അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറുദല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നാഥനായ അല്ലാഹു സുബ്ഹാനഹു തആല ലോകജനത മുഴുവൻ അനുഭവിക്കുന്ന, നാം എല്ലാവരും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാമിലായ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അറഫാ ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫാ ദിനം നമ്മിലേക്ക് സമാഗതമാകുകയാണ്. വിശ്വാസികളായ നാം എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ട ഒരു പുണ്യദിനമാണ് ഈ അറഫാ ദിനം. ഹദീസുകൾ ഈ അറഫാ ദിനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസിനികൾക്ക് നരകമോചനം ഈ ദിനത്തിൽ കൊടുക്കുന്നത് പോലെ മറ്റൊരു ദിനത്തിലും കൊടുക്കുന്നില്ല എന്നാണ്. അത്രക്കും വലിയ രീതിയിൽ അള്ളാഹു നരകമോചനം കൊടുക്കുന്ന ഒരു ദിനമാണ് പരിശുദ്ധമായ അറഫാ ദിനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ ദിവസത്തിൽ ക്ഷീണിച്ചതുപോലെ, ഈ ദിനത്തിൽ കരഞ്ഞ് കണ്ണ് കലങ്ങിയതുപോലെ മറ്റൊരു ദിനത്തിലും ഉണ്ടായിട്ടില്ല എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഒരു ഭാഗത്ത് ഇബ്ലീസ് ആളുകളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് ധാരാളം കോടിക്കണക്കിന് ജനങ്ങൾ പൊറുക്കലിനെ ചോദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അത് കണ്ടിട്ടാണ് ആ ദിവസം ഇബ്ലീസ് വളരെയധികം ക്ഷീണിച്ച് തളർന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും വളരെയധികം ഗൗരവത്തോടു കൂടി എടുക്കേണ്ട, നഷ്ടപ്പെട്ടാൽ നമുക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്ന ഒരു ദിനമാണ് പരിശുദ്ധമായ അറഫാ ദിനം. ഈ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അറഫാ ദിനത്തിലെ നോമ്പ് തന്നെയാണ്. വലിയ സുന്നത്തുള്ള ഒരു നോമ്പാണ് അറഫാ ദിനത്തിലെ നോമ്പ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അറഫാ ദിനത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പ് നോറ്റാൽ അവൻ്റെ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമെന്ന്. മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ മുൻകൂട്ടി അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൻ്റെ നോമ്പിനെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല, അറഫാ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഒരു വർഷം കൂടി ആയുസ് ഉണ്ട് എന്ന് സൂചന ലഭിക്കുന്നുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രക്കും വലിയ പ്രഗത്ഭമായ ഒരു നോമ്പാണ് പരിശുദ്ധമായ അറഫാ ദിനത്തിലെ സുന്നത്ത് നോമ്പ്. അറഫാ ദിനത്തിൽ സുബ്ഹിയോടുകൂടി നമ്മൾ തുടങ്ങേണ്ട ഏറ്റവും വലിയ സുന്നത്തുള്ള ഒന്നാണ് തക്ബീർ എന്നുള്ളത്. ഈ തക്ബീർ നിങ്ങൾ ഈ ദിവസം ധാരാളം ചൊല്ലിത്തുടങ്ങുക. പ്രധാനമായിട്ടും എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഈ തക്ബീർ ധാരാളം ചൊല്ലുക. ഫർള് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, നിങ്ങൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ധാരാളം തക്ബീർ ചൊല്ലുക. അറഫാ ദിനത്തിൻ്റെ പകൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലാണ് അറഫാ ദിനത്തിൻ്റെ പകൽ. രാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് എന്നതുപോലെ പകലിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് പരിശുദ്ധമായ അറഫാ ദിനത്തിൻ്റെ പകലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പകലിൽ നിങ്ങൾ ധാരാളമായിട്ടും അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുത്തും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ഈ പകലിൻ്റെ സമയങ്ങൾ നിങ്ങൾ ധന്യമാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഹൈറായ ദിവസം അത് അറഫാ ദിവസമാണ് എന്ന്. നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിവസം. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകളുടെ പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും. അത്രത്തോളം അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകാൻ സന്നദ്ധനാകുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിനം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ, അതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ അറഫാ ദിനത്തിൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ആ ദുആ സ്വീകരിക്കുന്നതാണ്. പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നമ്മൾ ധാരാളമായിട്ടും ചൊല്ലേണ്ട ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ് ഇത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ നിങ്ങൾ അറഫാ ദിവസത്തിൽ ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും മറക്കാതെ ചൊല്ലുക. മാത്രമല്ല, നിങ്ങൾ ഈ ദിക്ർ എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് 100 നന്മകൾ ലഭിക്കുകയും നിങ്ങളുടെ 100 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യും. ഇനി ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചൊല്ലുകയാണെങ്കിൽ ആ ദിവസം വൈകുന്നേരം വരെ ശൈത്താൻ്റെ എല്ലാ ശല്യത്തിൽ നിന്നും എല്ലാ ഷെറിൽ നിന്നും അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഈ അറഫാ ദിനത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം ഓതുക. അത് നിങ്ങൾ ഓതേണ്ടത് കിബ്ലക്ക് മുന്നിട്ട് നല്ല നിയ്യത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ 1000 പ്രാവശ്യം നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. എന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് നിറവേറ്റി തരുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് ഉറപ്പായിട്ടും ദുആക്ക് ഇജാബത്ത് നൽകുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അഫ്ളലായ 10 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസമായ പ്രധാനപ്പെട്ട പകലായ പരിശുദ്ധമായ അറഫാ ദിനത്തിൻ്റെ പകലിലാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അറഫാ ദിനത്തിൽ ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഹലാലായ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. എന്നിട്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം നമ്മൾ ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഒരു വട്ടം ഖത്മ് തീർത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ 1000 പ്രാവശ്യം ഓതുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുക എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് നിറവേറി കിട്ടും. സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം പതിവാക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ 50 വർഷത്തെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല, ആരെങ്കിലും ഒരാൾ അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ്റെ വീട്ടിലും അവൻ്റെ ചുറ്റുപാടുമുള്ള വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്.
മാത്രമല്ല നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ ആ ഉദ്ദേശം നമുക്ക് നിറവേറി കിട്ടുകയും നമ്മുടെ ജീവിതത്തിൽ നല്ല ഹൈറും ബറക്കത്തും ഉണ്ടാകുകയും സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ വിജയം നൽകുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അറഫാ ദിനം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സ് പോലും തകർന്നു പോകുന്ന നിങ്ങളുടെ ആവലാതികളും വേവലാതികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും കടങ്ങളും എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ഈ പരിശുദ്ധമായ ഈ അറഫാ ദിനത്തിൽ പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർന്നു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും നാം എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.